പറഞ്ഞുകൊണ്ടിരിക്കുകയും മേഖലയിൽ അന്യ സംസ്ഥാനത്തെ കാര്യമായി ആശ്രയിക്കേണ്ടി വരുന്ന ആൾ അതിനൊരു ചെറിയ രൂപം നിങ്ങളുടെ മുമ്പാകെ വരും. ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ ഗവൺമെന്റിനെ തിരുത്തി പാലക്കാടിന്റെ ഗവൺമെന്റ് കാര്യമായി പരിഗണിക്കുന്ന ഈ വിഷു ദിനവും നമ്മുടെ മുമ്പാകെ കടന്നു വരുന്നത്. നമ്മളിന്റെ നടുമുറ്റത്ത് വിക്ടോറിയ ഒത്തിരി ആളുകൾ ഈ ജില്ല സംഭാവന ചെയ്തിട്ടുണ്ട്. ഏറ്റുള്ള ഈ ജില്ലയിൽ നിന്ന് പുതിയ തലമുറയിൽ അതിന്റെ തുടർ ജനങ്ങളോട് സേവന പ്രതിബദ്ധതയുള്ള ജനങ്ങൾക്കൊപ്പം ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും നൽകാൻ കഴിയാവുന്ന പൊന്നാനിയിലും അതുപോലെ തന്നെ 1-2 സ്ഥലങ്ങളിലും സർക്കാർ വളരെയേറെ പാരമ്പര്യമുള്ള ഒരു കോളേജ്, വിക്ടോറിയ കോളേജ്. ആ കോളേജിന്റെ ക്യാമ്പസിലാണ് ഈ അഭിമാനകരമായ ഈ ചടങ്ങ് നടക്കുന്നത്. സിവിൽ സർവീസ് അക്കാദമി അതിൻ്റെ സബ് സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മങ്ങൾ നടക്കുകയാണ്. ഇതിന്റെ സിവിൽ സർവീസ് അക്കാദമിയുടെ തുടക്കത്തിലും പങ്കാളിയാകാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സബ് സെന്ററിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ പങ്കെടുക്കുന്നത്. പാലക്കാടിനൊരു പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസിൽ ഏറ്റവും കൂടുതൽ പേരെ സംഭാവന ചെയ്തത് പാലക്കാട്. പാലക്കാടിന്റെ ആ ഒരു പ്രശസ്തി ഇന്ത്യ ഒട്ടാകെ അവരിലൂടെ വളർന്നു വന്ന ഒരു കാലഘട്ടം ഉണ്ടായി. ഈ സിവിൽ സർവീസ് അക്കാദമി ആ പാരമ്പര്യം നിലനിർത്തുന്നതിന് ഒരു പുത്തൻ അവസരമായി മാറട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. പാലക്കാട് മുന്നേറ്റത്തിന്റെ പാതയിലാണ്. കഴിഞ്ഞ ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്തു. ഈ ഗവൺമെന്റും പാലക്കാടിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നീങ്ങുകയാണ്. പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ തറക്കല്ലിട്ടു. IIT പ്രധാനമന്ത്രി തന്നെ വാഗ്ദാനം ചെയ്ത, പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. പക്ഷേ ആ കേരളത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന IIT പാലക്കാടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ പ്രഖ്യാപനവും അധികം വിദൂരത്തിലല്ല. അങ്ങനെ എല്ലാ തലങ്ങളിലും വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്ന പാലക്കാടിന് ഈ സിവിൽ സർവീസ് അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിന്റെ തുടക്കമിടി, ആ അക്കാദമിയുടെ ഇവിടെ തുടക്കത്തിനുള്ള സാഹചര്യം ഈ വർഷത്തെ ഒരു വിഷുക്കണിയായി തീരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് ശ്രീ ഷാഫി ഇവിടെ പ്രസംഗിച്ചപ്പോൾ, ഇന്ന് ഏപ്രിൽ 13 ഓഗസ്റ്റ് 13 ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകും എന്ന് പറഞ്ഞതാണ്. 3 മാസം 120 ദിവസം. നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളുടെയും ഏറ്റവും വലിയ ശാപം കാലതാമസമാണ്. ഇത് അതിന് നിന്ന് ഒരു പ്രത്യേകതയാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു.